ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. സദൃശവാക്യങ്ങൾ 4:20 മുതൽ 22 വരെ, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഇവിടെ ചില നിർദ്ദേശങ്ങൾ, 3-4 നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ വചനത്തിന് ശ്രദ്ധ കൊടുക്കുക. രണ്ടാമത്, ചെവി ചായിക്ക. മൂന്നാമത്തെ കാര്യം, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നാലാമത്തെ കാര്യം, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന് പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ ഏതാണ്ട് 2 പദങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ലോഗോസ് എന്നാണ്, മറ്റൊന്ന് റീമ എന്നാണ്. ലോഗോസ് എന്നത് അത് മാറ്റം വരാത്തതും സ്വയം നിലനിൽക്കുന്നതുമായ ദൈവ വചനമാണ് ലോഗോസ്. നിത്യതയ്ക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ മുൻ നിർണയത്താൽ സ്വർഗത്തിൽ അത് സ്ഥിരമായിരുന്നതും നിത്യത വരെയും തുടരുന്നതുമാണ് ഇതെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണാം. 119 സങ്കീർത്തനത്തിന്റെ അതിന്റെ 89 വാക്യത്തിൽ ആ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് അവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത്. റീമ എന്നത് അത് പ്രത്യേക സ്ഥലകാല പരിധിയിൽ സംഭവിക്കുന്ന, സംസാരിക്കുന്ന വാക്ക് എന്നാണ് അതിനർത്ഥം. അത് റോമാലേഖനം 10:17 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ്. അപ്പോൾ കേൾക്കണമെങ്കിൽ ആരെങ്കിലും സംസാരിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളല്ലോ. അപ്പോൾ പ്രത്യേക സ്ഥലകാല പരിധിയിൽ സംഭവിക്കുന്ന, സംസാരിക്കുന്ന വാക്ക് എന്നാണ് ആ റീമ എന്ന പദത്തിന്റെ അർത്ഥം. നിത്യതയിലെ പൂർണ്ണാവസ്ഥയിലുള്ള ലോഗോസിന്റെ ഒരു ഭാഗത്തെ മനുഷ്യന്റെ കാലത്തെയും അനുഭവത്തെയും ബന്ധപ്പെടുത്തുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന വിധമാണ് റീമ എന്നത്. അഥവാ അവന്റെ ആവശ്യകത അനുസരിച്ച് അത് അവന്റെ ഉള്ളിലേക്ക് ആ വചനം പകരപ്പെടുകയും അവനിൽ ക്രിയ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ നിത്യതയിൽ എഴുതപ്പെട്ട ലോഗോസ് എന്ന വചനം അത് അവനിലേക്ക് കടന്നു ചെന്നിട്ട് അവനിൽ സൗഖ്യം വരേണ്ട സന്ദർഭങ്ങളിൽ അത് സൗഖ്യമായും മറ്റ് പല കാലഘട്ടത്തിലും അവൻ ആവശ്യമുള്ള വിടുതലായും ഉദ്ധാരണമായും അത് ഒരുവനിലേക്ക് കടന്നു ചെല്ലുന്നതാണ് റീമ എന്ന വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവചനം 55:8 മുതലുള്ളതായ തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. അവിടെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു.
മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ വചനം ചെയ്യുന്നത് അതാണ്. അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം അത് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നാം അത് കൊണ്ടു നടക്കുമ്പോൾ ചിലപ്പോൾ അത് പേപ്പറുകളിൽ മാത്രം ഉൾക്കൊണ്ട് നിന്നാൽ അത് അല്പം മഷിയും അല്ലെങ്കിൽ മറ്റും പേപ്പറും ഒക്കെ ആയിട്ട് മാത്രമാണ് അത് നിൽക്കുന്നത്. എന്നാൽ ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാലാകാലങ്ങളിൽ അപ്രകാരം ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവനിൽ മാനസാന്തരവും പാപബോധവും കുറ്റബോധവും എല്ലാം ഉണ്ടായി അവനിൽ വീണ്ടും ജനനം നടക്കുന്നത്. അപ്പോൾ തന്നെ ആ വചനം ശത്രുവിനെതിരെ എടുത്തുപയോഗിക്കുവാനുള്ള ആയുധം കൂടിയായിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കേണ്ടതും ആവശ്യമാണ്. അതാണ് ക്രിസ്തു ചെയ്തത്. സാത്താൻ കടന്നു വന്നപ്പോൾ പരീക്ഷണങ്ങളുമായി മരുഭൂമിയിൽ യേശുവിന്റെ അടുക്കൽ ആ സാത്താൻ കടന്നു ചെന്നപ്പോൾ യേശു ആ വചനമാണ് എടുത്ത് ഉപയോഗിച്ച് ശത്രുവിനെ തകർക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് നാം ഒന്നുകൂടി ദൈവത്തിന്റെ വചനം അത് നമ്മളിലേക്ക് റീമ ആയി കടന്നു വരേണ്ടതിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നുകൂടി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിനു വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരം തിരുവചനം നമ്മളിൽ ഒന്നുകൂടി ക്രിയ ചെയ്യുവാനിടയായി തീരട്ടെ. ദൈവാകരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. കന്മഷച്ചെമ്മുകിൽ മൂടിയ മനസ്സിനെ ഹിമസമമാക്കും വചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. മാറാത്ത രോഗത്താൽ മനമാകെ നീറുമ്പോൾ ആശ്വാസമേകുന്ന വചനം. മാറാത്ത രോഗത്താൽ മനമാകെ നീറുമ്പോൾ ആശ്വാസമേകുന്ന വചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം.